ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടീ ടൈം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്നൊരു കേക്കിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. ഞാനിപ്പം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി വേറൊരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കൂടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ആ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസും ബട്ടർ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും ചേർത്ത് കൊടുക്കുക. ബട്ടർ എസൻസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ലോ സ്പീഡിൽ ബീറ്റർ കൊണ്ട് തന്നെ 3 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നവരെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്. ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇഞ്ച് പാനിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. പാനിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കുക. ബാറ്റർ ആക്കി കൊടുത്തതിന് ശേഷം പാന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓവനിലേക്ക് വയ്ക്കുക. 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് എൻ്റെ കേക്ക് ബേക്കായി കിട്ടാനെടുത്ത സമയം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മോൾഡിൽ നിന്ന് കേക്ക് മാറ്റാം. ഇനി കേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം കേക്കിലെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇനി കേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്തതിൽ ഒരു പീസിൽ ഞാൻ പൈനാപ്പിൾ ജാം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ജാം ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജാം ചേർത്ത് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.